നമസ്കാരം. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. ഈ സമയത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീനറ്റ് നടത്തിയിരിക്കുന്ന നാട്ടങ്കം വീണ്ടും ഈ പഞ്ചായത്തുകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി വീണ്ടും പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വരികയാണ്. ഇന്ന് നമ്മളോടുകൂടി പങ്കെടുക്കുന്നത് നിലവിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന, ഇനി സ്ഥാനമൊഴിഞ്ഞിരിക്കുന്ന CPM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് സഖാവ് പ്രമീളയാണ്. ഒപ്പം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്താണ്. അദ്ദേഹം ഒരു മികച്ച ഒരു സിനിമ നടൻ കൂടിയാണ്. എന്നാത്താൻ കേസുകൂട് എന്ന സിനിമയിലൂടെ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ്. അതുപോലെ തന്നെ BJP-യെ പ്രതിനിധീകരിച്ചുകൊണ്ട് നീലേശ്വരം മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ AK ചന്ദ്രൻ അവർകളാണ്. ഈ മൂന്ന് പേരുമാണ് ഇന്ന് നാട്ടങ്കത്തിൽ സീനറ്റിലൂടെ പ്രേക്ഷകരിലേക്ക് രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങളും വിശദീകരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. മൂന്ന് പേർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുക. നമസ്കാരം. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനം കഴിഞ്ഞ നാട്ടങ്കത്തിൽ ഒരുപക്ഷെ സംസാരിക്കാൻ വന്നിരിക്കുന്ന വൈസ് പ്രസിഡന്റായിരുന്ന മാഡമാണ് ഇന്ന് പ്രസിഡന്റായിട്ട് ഇപ്പോൾ ഈ കാലാവധി പൂർത്തിയാക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷം എങ്ങനെയുണ്ട് എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പ്രമീള മാഡം, പ്രസിഡന്റ് എന്താണ് പറയുന്നത്? കഴിഞ്ഞ 5 വർഷത്തെ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ ഏറെ അഭിമാനത്തോടു കൂടി തന്നെയാണ് സ്ഥാനം ഒഴിയാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന ഒരു വിശ്വാസം നമ്മൾക്കുണ്ട്. അത് കൂട്ടായ പ്രവർത്തനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭരണസമിതി എന്ന് പറയുന്നത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഇല്ലാതെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ വിജയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും മികച്ച ഒരു വികസന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ആദ്യത്തെ പേരിൽ പറയാവുന്ന പഞ്ചായത്തിലെ വികസനം എന്തായിരിക്കും? മാലിന്യ സംസ്കരണ രംഗത്താണ് ഏറ്റവും കൂടുതൽ ഈ 5 വർഷ കാലയളവ് നമ്മൾക്ക് ഇടപെടാൻ വേണ്ടി പറ്റിയത്. കാരണം സർക്കാരിൻ്റെ ഒരു വലിയൊരു പദ്ധതിയാണ് മാലിന്യ സംസ്കരണം എന്ന രീതിയിലേക്ക് മാലിന്യമുക്ത നവകേരളം പദ്ധതി. അതിൻ്റെ ഭാഗമായിട്ട് തുടക്കം മുതൽ ഈ അവസാന നിമിഷം വരെ ഇനി തുടർച്ചയായിട്ട് ചെയ്യേണ്ടതുമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങളൊക്കെ തരംതിരിക്കാനും അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കാനും അതിന് വേണ്ടുന്ന പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം ഒരു 2 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരുപാട് പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് ഭാവി തലമുറക്ക് വേണ്ടി നല്ല മണ്ണ്, നല്ല വെള്ളം, നല്ല വായു എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതാണ് ഭാവി തലമുറക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയായിട്ട് കാണുന്നത്. പുതിയ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ പോകുമ്പോൾ കഴിഞ്ഞ നമ്മളുടെ പ്രവർത്തനങ്ങളും ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കൂടിയിരുത്തിയായിരിക്കുമല്ലോ നിങ്ങളുടെ ആത്മവിശ്വാസം. അങ്ങനെയാണെങ്കിൽ ചെറുവത്തൂർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ളൊരു പദ്ധതി ഏതായിരിക്കും ജനങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്? ചെറുവത്തൂർ പഞ്ചായത്തിൽ നമ്മൾ പശ്ചാത്തല മേഖലയാണ് ഏതൊരാളും വികസനമായിട്ട് കാണുന്നത്. പശ്ചാത്തല മേഖല എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള റോഡ് സംവിധാനം, അതുപോലെ തന്നെ മറ്റുള്ള പശ്ചാത്തല മേഖല എന്ന രീതിയിലേക്ക് കെട്ടിടങ്ങൾ, അതുപോലെ വരുന്ന സമയത്ത് നമ്മൾക്ക് ജനങ്ങൾ എന്താണോ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലേക്ക് എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ചുള്ള പശ്ചാത്തല സൗകര്യം നമ്മൾക്ക് ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് കോടിക്കണക്കിന് രൂപ നമ്മുടെ സർക്കാർ തരുന്ന ഫണ്ടും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ തനതായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ആവശ്യമായ സ്ഥലത്തൊക്കെ നമുക്ക് തെരുവ് വിളക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പൊതുവേ നമ്മൾക്ക് ഏതൊരു ആൾക്കാരുടെ ഇടയിൽ പോയി കഴിഞ്ഞാലും വികസനം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾക്കുണ്ട്. ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കേണ്ടുന്ന ഒരു വിഭാഗം നമ്മുടെ ഇപ്പം പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കീറി മുറിച്ച് സംസാരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് നമുക്ക് പ്രതിപക്ഷമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ പ്രസിഡന്റ് പറഞ്ഞ പ്രവർത്തനം അത് ഉള്ളതാണോ? ഇവർ പറയുന്ന ആത്മവിശ്വാസം അവർക്കുണ്ട് എന്ന് അഡ്വക്കേറ്റ് ഗംഗാധരൻ സാറിന് പറയാൻ പറ്റുമോ? ഞാൻ അവർ പറയുന്നത് നിന്ന് തുടങ്ങാം. ഓക്കെ. ഒന്ന്, ഈ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പ്രതിപക്ഷം എന്നുള്ളൊരു സംഭവം ഇല്ല. പഞ്ചായത്ത് ബോർഡാണ്. അതെ. പ്രതിപക്ഷ നേതാവ് എന്നുള്ള പോസ്റ്റ് അവിടെ ഇല്ല. പ്രതിപക്ഷ പാർട്ടിയുടെ പ്രതിനിധികൾ മെമ്പർമാരുണ്ട്. നേരത്തെ അവർ ആദ്യം തന്നെ പറഞ്ഞു എല്ലാവരോടും സഹകരണത്തോടു കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അത് ഭരിക്കുന്ന പാർട്ടിയുടെയോ പ്രസിഡന്റിൻ്റെയോ മാത്രം കഴിവല്ല എന്ന് സമ്മതിക്കുന്ന പോലെയാണ്. എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് അവർക്കെന്താ ചെയ്തു എന്നുണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം. പിന്നെ അവർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി മാലിന്യ സംസ്കരണമാണ്. ഞാനതിനോട് യോജിക്കുന്നേ ഇല്ല. കാരണം നിങ്ങൾക്കറിയാം, ചെറുവത്തൂർ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് കൃഷിഭവൻ്റെ അടുത്ത് തൊട്ട് മുമ്പേ കുറേ വർഷങ്ങൾക്ക് മുമ്പേ 60 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ഒരു വലിയ മാലിന്യ സംസ്കരണ പ്ലാന്റ്
സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പം മാലിന്യം സംസ്കരിക്കുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ വീടുകളിൽ നിന്നും മാലിന്യം കളക്ട് ചെയ്യുന്നുണ്ട്. കാശ് കൊടുത്തിട്ട് കളക്ട് ചെയ്യുന്നു. മുമ്പൊക്കെ നമ്മുടെ വീട്ടിൽ വന്നാൽ പ്ലാസ്റ്റിക് കൊടുത്താൽ പൈസ കിട്ടും. ഇപ്പോൾ പ്ലാസ്റ്റിക്കും കൊടുക്കണം, പൈസയും കൊടുക്കണം എന്നുള്ളൊരു പുതിയ സംവിധാനമുണ്ട്. പക്ഷേ എന്നിട്ട് ആയിക്കോട്ടെ, എന്നാൽ ഇപ്പോൾ അത് കുറേ ആൾക്ക് തൊഴിൽ മേഖല വന്നിട്ടുണ്ട്, അതൊക്കെ സമ്മതിക്കും. പക്ഷേ പഞ്ചായത്തിന് കുറെ തൊഴിൽ മേഖല വന്നിട്ടുണ്ട്, സമ്മതിക്കുന്നുണ്ട്. അല്ല, ഇതിൽ ഒരാൾക്ക് പ്ലാസ്റ്റിക് എടുക്കുന്നവർ പണി കിട്ടുന്നത് അങ്ങനെ പഞ്ചായത്തിൻ്റെ തൊഴിലല്ല പറഞ്ഞത്. പ്ലാസ്റ്റിക് എടുക്കുന്നതോട് കൂടി കുറച്ചാൾക്കൊരു വരുമാന മാർഗ്ഗമുണ്ട്, അതിന് കാശ് കൊടുക്കുന്നത് സന്തോഷമുള്ളതാണ് പറഞ്ഞത്. അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓവർ ബ്രിഡ്ജ് ഉണ്ട്, റെയിൽവേ ഗേറ്റിൻ്റെ പഴയ ഗേറ്റിൻ്റെ സ്ഥലത്ത്. അവിടെ ഇപ്പോൾ നോക്കിയാൽ കെട്ടുകണക്കിന്, നമുക്കൊരു അവിടെ അത് ഫാക്ടറി എന്ന് വിചാരിക്കും, കെട്ടുകണക്കിന് ചാക്കുകളിൽ മാലിന്യം കൂട്ടി കെട്ടി വെച്ചിട്ട് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ സംസ്കരിക്കുന്നതൊക്കെ അവിടെ എത്തുന്നു തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ വീടുകളിൽ നിന്ന് പറക്കി കൊണ്ടുവരുന്നു അല്ലാതെ ആ സംസ്കരണത്തിന് വേണ്ടുന്ന ഒരു സംസ്കാരവും പഞ്ചായത്തിലില്ല. പഞ്ചായത്തിൽ നിലവിൽ മാലിന്യ സംസ്കരണം ഇല്ല. വീടുകളിൽ കളക്ട് ചെയ്യുന്നുണ്ട്, ഇത് സംസ്കരിക്കുന്നില്ല. അത് ഒരു വലിയ ആരോപണമാണ് യഥാർത്ഥത്തിൽ. ഓക്കെ, എന്തായാലും ഇദ്ദേഹത്തിന്റെ പറഞ്ഞു തീർക്കട്ടെ. ഇതിനപ്പുറത്തേക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയുന്നതല്ലേ നല്ലത്, പ്രസിഡന്റ് പറയുമ്പോൾ. ശരിയായിക്കോട്ടെ, എന്ന് പ്രസിഡന്റ് ഇത് പറയട്ടെ. ഇതിനൊരു മറുപടി പറഞ്ഞാൽ നമുക്ക് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഒരാള് വെയിറ്റിംഗിലാണ്. അപ്പോൾ മാലിന്യ സംസ്കരണത്തിന് ഇപ്പോൾ വക്കീല് പറഞ്ഞത് നമ്മുടെ പഞ്ചായത്തിലെ മേൽപ്പാലത്തിനടുത്ത് കാണുന്ന മാലിന്യം, നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഈ പാലത്തിനടുത്ത് 2 മിനി MCF ആണ് ചെറുവത്തൂർ പഞ്ചായത്തിലുള്ളത്. ടൗൺ ആയതുകൊണ്ട് 2 മിനി MCF ഉണ്ട്. അത് എല്ലാ ഷോപ്പുകളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് തരംതിരിക്കാൻ വേണ്ടി മാത്രം വെക്കുന്ന ഒരു സ്ഥലമാണ് ഈ മിനി MCF എന്ന് പറയുന്നത്. അത് നമ്മൾ എല്ലാ മാസവും ക്ലീൻ കേരളക്ക് നമ്മൾ കൈമാറുന്നുണ്ട്. മാഷ് കണ്ടത് കുറെ മുമ്പാണോ എന്ന് എനിക്കറിയില്ല, കുറെ മുമ്പ് മേൽപ്പാലത്തിന് താഴെ കെട്ടിവെക്കുന്ന ഒരു സ്ഥിതി വന്നിട്ട് നിലവിൽ ഇപ്പോൾ ഉണ്ടോ? ഇപ്പോഴുണ്ട്. മിനി MCF പറയുന്നത് ഈ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുവരുന്ന കൂടാണ്. ഞാൻ പറഞ്ഞ ചാക്കിൽ കെട്ടി വെക്കുന്ന സംഗതി ഞാൻ പറഞ്ഞു. തരംതിരിക്കേണ്ട ഒരു സംവിധാനം കൂടി കുറച്ചും കൂടി വലുതായിട്ടാണ്. നമ്മുടെ സാധാരണ കൂട് പോലത്തെ മിനി MCF അല്ല ഈ പറയുന്ന സംവിധാനം. അത് നമ്മുടെ പഞ്ചായത്ത് പദ്ധതി വെച്ചുകൊണ്ട് ഈ തറയൊക്കെ കെട്ടി ഒരു ഷെഡ് പോലെ ആക്കി വെച്ചതാണ്. അത് ടൗൺ ആയതുകൊണ്ട് കുറച്ചും കൂടി അധികം പ്ലാസ്റ്റിക് വരുന്നത് കൊണ്ട് ചാക്ക് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ് ഈ വാർഡിൽ നിന്ന് ടൗണിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കുന്നത്. അപ്പൊ അതിനുശേഷമുള്ള ദിവസങ്ങളാണ് തരംതിരിക്കുന്നത്. ആ തരംതിരിക്കേണ്ട ഒരു ഗ്യാപ്പ് മാത്രമായിരിക്കും അത് ഓരോ മാസവും നമ്മളത് ക്ലീൻ കേരളത്തിൽ കൈമാറുന്നുണ്ട്. അത് പൂർണ്ണമായും യോജിക്കുന്നില്ല. അല്ല, അങ്ങനെ യോജിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ യാഥാർത്ഥ്യം പറഞ്ഞു മാത്രം. നമുക്ക് ക്യാമറ കൊണ്ട് അങ്ങോട്ട് പോയാൽ കാണും. തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രതിനിധികളെ നമുക്കൊന്ന് അയച്ചു നോക്കാം. ഏതായാലും നിങ്ങളുടെ രണ്ടുപേർക്കിടയിൽ ഒരാൾ വളരെ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട ചന്ദ്രൻ സാർ, എന്താണ് ഇവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങളിലാണോ BJP ഉറച്ചു നിൽക്കുന്നത്? ഇത്തവണ BJPക്ക് എത്ര സീറ്റുകൾ കിട്ടുമെന്ന് നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഇവരുടെ ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ എത്രത്തോളം BJP നോക്കിക്കാണും? മാഡം ഇവിടെ ആദ്യമായിട്ട് സൂചിപ്പിച്ചത് നമ്മുടെ മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട ആ പദ്ധതിയെക്കുറിച്ചാണ്. ഈ മാലിന്യ സംസ്കരണ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ ചെറുവത്തൂർ ടൗൺ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് ലക്ഷങ്ങൾ മുതൽ മുടക്കി ഒരു പ്ലാന്റ് അവിടെ സ്ഥാപിച്ചു. അതൊരു നോക്കൂത്തി മാതിരി അവിടെ സ്ഥിതി ചെയ്യാനിപ്പം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാലിന്യങ്ങൾ സംസ്കരിച്ച് അത് വേണ്ട രീതിയിൽ അത് കൈകാര്യം എത്തേണ്ട അടുത്ത് അത് എത്തിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഇതുവരെ ഇല്ല. കാരണം വെച്ചാൽ പല സ്ഥലത്തും കൊണ്ട് കൂട്ടിയിട്ട് അവിടെ എന്താ പറയുക പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്ന രീതിയിലാണ്. ഇതേപോലത്തെ ഇദ്ദേഹം പറഞ്ഞത് പോലെ റെയിൽവേ സ്റ്റേഷൻ അവിടെ മാത്രമല്ല മയിച്ച ഭാഗത്തും ഇതേപോലെ പുഴയുടെ കുറച്ച് മേലെ ആ കുന്നിൻ സൈഡിൽ ഇതേപോലെ ഒരുപാട് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു ദയനീയമായ അവസ്ഥയാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള നിലപാടുണ്ട്. വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അത് വേണ്ട രീതിയിൽ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട്. അത് വേണ്ട രീതിയിൽ സംസ്കരിക്കാനുള്ള സംവിധാനം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ് ആദ്യം തന്നെ ഉദാഹരണം പറഞ്ഞ് പ്രസിഡന്റ് പറഞ്ഞ് ഭരണപക്ഷവും പ്രതിപക്ഷവും, ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചാണ് പഞ്ചായത്തിൽ കാര്യങ്ങൾ നടത്തുന്നത് പറയുമ്പോൾ പഞ്ചായത്തിലെ വീഴ്ചകൾ, ന്യൂനതകളെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് എന്നുള്ള നഗ്നമായ ചൂണ്ടിക്കാണിക്കൽ. അതിനാണ് ഞാൻ വന്നത്. ഇവിടെ നിങ്ങളെ പ്രതിപക്ഷം ഉണ്ടല്ലോ, നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സമര പരിപാടികളോ കാര്യങ്ങളോ ഇതുവരെ സംഘടിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഭരണസമിതിയുടെ ഒരു ബോർഡിൽ പോലും വലിയ പ്രതിഷേധം ചെയ്യേണ്ട സമയം ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല എന്ന് ഭരണസമിതി അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നേരത്തെ CPMന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസും BJP ഒന്നാണ് എന്ന് പറയുന്ന പൊതു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്
പല സ്ഥലങ്ങളിലും ഇവരുടെ ആരോപണം എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇദ്ദേഹം പറയാണ് നിങ്ങൾ CPM-നെതിരെ അങ്ങനെയാണെങ്കിൽ BJP-യുടെ ആത്മവിശ്വാസം എത്രത്തോളമാണ് ഇത്തവണ? BJP-യുടെ ആത്മവിശ്വാസം നമ്മൾക്ക് നല്ലൊരു മുന്നേറ്റം നമ്മുടെ പഞ്ചായത്തിലും. നിലവിൽ എത്ര വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്? നമ്മളിപ്പോൾ എല്ലാ വാർഡിലും ഈ പ്രാവശ്യം മത്സരിക്കുന്നില്ല. നമ്മളിപ്പോൾ മാക്സിമം നമുക്ക് ഏകദേശം ഒരു 7 വാർഡിൽ 2 ബ്ലോക്ക് ഡിവിഷനിൽ മാത്രം നമ്മൾ ഈ പ്രാവശ്യം BJP-യുടെ സ്ഥാനം. ഇത്തവണ കേരളത്തിലെ മുഴുവൻ BJP പ്രവർത്തകരും വലിയ പ്രതീക്ഷയിലാണ്. കേരളം രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഇവരുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നപ്പോൾ കേരളത്തെ മുഴുവൻ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് വർദ്ധിപ്പിക്കുമെന്ന് പറയുന്ന വലിയ പ്രതീക്ഷയിലാണ് കേരളത്തിലെ BJP പ്രവർത്തകരുള്ളത്. അങ്ങനെയാണെങ്കിൽ ചെറുവത്തൂർ പഞ്ചായത്തിൽ BJP പ്രവർത്തകരുടെ പ്രതീക്ഷ ഈ പറയുന്ന രീതിയിൽ എല്ലാ സീറ്റുകളിലും മത്സരിക്കാൻ പറ്റാവുന്ന തരത്തിൽ എത്തിയിട്ടില്ല എന്നല്ലേ? തീർച്ചയായിട്ടും നമുക്ക് സംഘടനാ സംവിധാനം ചെറുവത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു മുന്നേറ്റം നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏകദേശം 4 വാർഡിലെങ്കിൽ ഇപ്രാവശ്യം 7 വാർഡ്, 2 ബ്ലോക്ക് ഡിവിഷനിൽ നമ്മൾ മത്സരിക്കുന്നുണ്ട്. ഈ ഒരു ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ വാർഡുകൾ നിർത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ പൊതുവേ പറഞ്ഞത് നമ്മുടെ ചെറുവത്തൂരിൻ്റെ ഒരു പശ്ചാത്തലം നോക്കിയാലും നമ്മുടെ വിവിധ മേഖലകളിൽ നമ്മൾ യാത്ര ചെയ്തപ്പോൾ സ്ഥാനാർത്ഥികളുടെ കൂടെ വോട്ട് തേടി പോയപ്പോൾ BJP-ക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം, BJP-യെ അംഗീകരിക്കുന്ന, നമ്മുടെ ദേശീയതയെ അംഗീകരിക്കുന്ന ഒരു ജനങ്ങളെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് BJP സ്ഥാനാർത്ഥികൾ ഗുണം ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇത് പ്രസിഡന്റ് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഞാൻ പറയാൻ കാരണം എന്ത് കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണ് ഈ വോട്ട് ചോദിക്കുന്നത്, അത് എനിക്കറിയണ്ടേ. അവർക്ക് ചെയ്യാനുള്ള അവസരം നിങ്ങൾ ഇതുവരെ കൊടുത്തില്ല. ഭരണം കൊടുത്താലല്ലേ അവർക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സംഘടനാ സംവിധാനം വേണമല്ലോ, എന്നാലേ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ പറഞ്ഞ എന്തെങ്കിലും നാട്ടിൽ ചെയ്തിട്ടാണ് എനിക്കൊരു വോട്ട് വേണമെന്ന് പറയാൻ പറ്റുന്ന. പഞ്ചായത്തിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പം പ്രതിപക്ഷ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോട് നിങ്ങൾ ചോദിച്ചത് ഇതുവരെ ബോർഡിൽ നിങ്ങളൊരു പ്രതിഷേധം പോലും സൂചിപ്പിച്ച. നിങ്ങൾ പഞ്ചായത്തിന് പുറത്ത് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം ഇതുവരെ സംഘടിപ്പിച്ചിട്ടുണ്ടോ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ? ഇല്ല. അപ്പൊ ഈ ആരോപണം തികച്ചും അല്ലെങ്കിൽ അത് മാറ്റിവെക്കപ്പെടേണ്ടതാണെന്ന് പ്രസിഡന്റ് പറഞ്ഞാൽ, ആരോപണം തള്ളുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ തെളിവ് തരാം. എന്തുകൊണ്ടായിരിക്കും BJP അതിനെ പ്രതിഷേധിക്കാൻ മുന്നിട്ടിറങ്ങാത്തത്? ഇതുവരെ ചെയ്യാത്ത ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഈ മാലിന്യ സംസ്കരണ രംഗത്ത് സർക്കാർ. ഇവിടെ മാലിന്യ സംസ്കരണത്തിന്റെ ഒരു വിഷയം പറയുമ്പോൾ ഒരു കക്കൂസ് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം പഞ്ചായത്തിൽ എവിടെയോ ഒന്ന് കിടക്കുന്നുണ്ട്. അത് ഗംഗാധരൻ സാറ് ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിഷയം കൊണ്ടുവരാം. ശരി. അങ്ങനെ ഏതായാലും മാലിന്യത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒന്നിച്ചെന്നെ നമുക്ക് ആ മാലിന്യം അങ്ങ് തുടച്ചു നീക്കാം. ഏതായാലും എന്താണ് ആ വിഷയം, എന്താണ് യഥാർത്ഥത്തിൽ? അതിനുള്ള സംവിധാനങ്ങളൊന്നും പഞ്ചായത്ത് ഒരുക്കുന്നില്ല. എന്താണ് ആ പദ്ധതി? എങ്ങനെയാണ് ആ പദ്ധതിയെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ട് പറയുന്നതല്ല. ചെറുവത്തൂർ പഞ്ചായത്തിൽ പൊതുവെ ഈ മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ പരാജയമാണ്. അതിന് പ്ലാൻ തന്നെയാണ് അതിന്റെ ജീവിക്കുന്ന ഉദാഹരണം. വെറുതെ 60 ലക്ഷം രൂപ ചെലവാക്കി കെട്ടിയ പ്ലാന്റ്. 60 ലക്ഷം രൂപ ഇപ്പം മുടക്കി കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടോടുകൂടി മുമ്പേ കിട്ടിയതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പെയാണ് ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന രീതിയിലേക്ക് കൃഷിഭവന്റെ തൊട്ടടുത്ത് ഒരു പ്ലാന്റ് ആരംഭിച്ചത്. അപ്പൊ ആവശ്യമായിട്ടുള്ള ജൈവ സാധനങ്ങൾ നമുക്ക് ഈ പറയുന്ന ഹോട്ടലിലും അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് കിട്ടുന്ന ജൈവമായ ഉൽപ്പന്നങ്ങൾ ഇട്ടാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ സംവിധാനത്തിൽ എത്തിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു കാലയളവിൽ അത്രത്തോളം ഉൽപ്പന്നങ്ങൾ കിട്ടില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ആ പരിപാടി അവിടെ നിന്ന് പോയത്. പക്ഷെ പഞ്ചായത്ത് നമ്മൾ തുടർച്ചയായിട്ട് ഇപ്പോൾ 2 ഭരണസമിതിയും ചെയ്തു പറഞ്ഞാൽ സർക്കാരിൻ്റെ അടുത്ത് ഈ പറയുന്ന പ്ലാന്റിനെ ഉപേക്ഷിക്കാനും ഒരു പുതിയ ആധുനിക രീതിയിലുള്ള ഒരു പ്ലാന്റ് എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം ചെയ്യാനുള്ള ഒരു അനുമതി നമ്മൾ സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട്. നിരന്തരമായ ഇടപെടലുണ്ട്. അപ്പോൾ സർക്കാർ നമ്മളോട് ആവശ്യപ്പെടുന്നത് നിലവിൽ നമ്മളെ ജൈവമാലിന്യം എന്ന രീതിയിലേക്ക് വീടുകളിൽ നമ്മൾ റിംഗ് അംബസ്റ്റ് കൊടുക്കുന്നതുകൊണ്ടും മറ്റുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേന എടുക്കുന്നതുകൊണ്ടും ഒരു പ്ലാന്റിന് ഒരു ആവശ്യകത ഇല്ല എന്ന രീതിയിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അനുകൂലമായ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഫണ്ട് ചെലവഴിച്ചു എന്ന രീതിയിലേക്ക് നമുക്ക് അതിൻ്റെ ബാക്കി സംവിധാനങ്ങളോട് വേണം. അപ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ഒരു 10-20 വർഷം മുമ്പേ ഉണ്ടായ ഒരു സംവിധാനമാണ് ഞാൻ പറയുന്നത്. അത് ആ കാലത്താണ്. പക്ഷെ ഇന്നത്തെ കാലത്തല്ല ഒരു സംഭവം നടക്കുന്നത്. എന്നുവെച്ചാൽ ഇന്നത്തെ കാലത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് മുന്നേറിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. സാർ അവർ പറഞ്ഞൊരു വിഷയം നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് എത്രയാണ്? പഞ്ചായത്തിൽ ഓരോ വികസന പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ അകമഴിഞ്ഞ സഹായമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ടാണ് പല സംവിധാനങ്ങളും താഴെത്തട്ടിലേക്ക് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ എന്തൊക്കെ ഫണ്ടുകളാണ് പഞ്ചായത്തിലേക്ക് നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന ഫണ്ടുകൾ എന്തൊക്കെയാണ്? കേന്ദ്രത്തിൽ നിന്ന് പഞ്ചായത്തിലേക്ക് കൊടുക്കുന്ന ഏകദേശം 70% ഫണ്ട് കൊടുക്കുന്നത് എല്ലാ വികസന പ്രവർത്തനത്തിനും പ്രസിഡന്റാണ് അത് പറയേണ്ടത്. ഫണ്ടിന്റെ
ഏതെല്ലാം ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു കേന്ദ്രത്തിന്റെ ഏതെല്ലാം ഫണ്ടാണെന്ന്. ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അതിപ്പം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ്. ചെറുത്തൂർ പഞ്ചായത്തിൽ എന്താണ് കിട്ടിയതെന്ന് നിങ്ങൾ ചെയ്ത് നിങ്ങളെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ഹോസ്പിറ്റലിനെ വികസിപ്പിച്ചല്ലേ? അതെ. അതിന്റെ ഫണ്ട് എവിടെ നിന്ന് കിട്ടിയതാ? ഏതെല്ലാം ഫണ്ട്? അത് ഏത് ഫണ്ടാണ്? അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ PMAY പ്രധാനമന്ത്രി ആവാസ യോജനയുടെ വീട് അത് കേന്ദ്ര സർക്കാർ എത്ര ഫണ്ട് കൊടുക്കുന്നു കേന്ദ്രം? എത്ര കൊടുക്കുന്നു? എത്ര? ഒരു 4 ലക്ഷം കൊടുക്കുന്ന വീടിന് കേന്ദ്ര സർക്കാരിന്റെ എത്ര ശതമാനം, എത്ര എമൗണ്ട് ആണ് കൊടുക്കുന്നത്? ഒരു ഗഡു എത്രയാണെന്ന് പറഞ്ഞത്? അല്ല, നിങ്ങൾ പറയും കേന്ദ്രം 82,000 രൂപയാണ് തരുന്നതെന്ന് ഇവർ പറയും. 82,000 രൂപയ്ക്ക് പുറമെ ബ്ലോക്ക് പഞ്ചായത്താലും ജില്ലാ പഞ്ചായത്താലും ഈ ഒരു വികസനത്തിന് വേണ്ടി 70% ഫണ്ടും 4 ലക്ഷത്തിന് 70% ഏകദേശം ഒരു 3 ലക്ഷത്തിന് മുകളിലായി. പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചായത്ത് 280 ഏകദേശം 3 ലക്ഷം രൂപയുടെ ഫണ്ടായി എന്ന് പറയുമ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും അത് കൊടുക്കുന്നത് കേന്ദ്രത്തിന്റെ ഫണ്ടാണ്. കേന്ദ്രം നൽകുന്ന ഫണ്ട് എന്നാണ് അത് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ചെലവഴിക്കുന്നത്. വിരിക്കുന്ന പൈസയാണ് കേന്ദ്രം തരുന്നത്. പക്ഷെ ആ ഫണ്ട് കൊടുക്കുന്നില്ലല്ലോ. പഞ്ചായത്തിന് തനതായ ഫണ്ടില്ലല്ലോ. ജില്ലാ പഞ്ചായത്തിന് തനത് ഫണ്ടുണ്ടോ? നിലവിൽ ഇവിടെ പഞ്ചായത്തിന് തനതായ ഫണ്ടില്ല. ഇത് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, നരേന്ദ്രമോദി സർക്കാരാണ്. നരേന്ദ്രമോദി സർക്കാരാണോ നിലവിൽ കേരളത്തിലെ പ്രാഥമിക കോൺഗ്രസ് പഞ്ചായത്ത് രാജിന്റെ ഭാഗമായിട്ടുള്ളതല്ലേ? മോദി കണ്ടുപിടുത്തമൊന്നുമല്ലോ. അല്ല, അത് സ്വാഭാവികമായിട്ടും. പക്ഷെ അവർക്ക് അതെ, അവർ അവകാശപ്പെടുന്നത് നമ്മൾ കൊടുക്കുന്ന ഫണ്ട് കൊണ്ടാണ് കേരളത്തിന്റെ പശ്ചാത്തലം വികസിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതിന് മറുപടി പ്രസിഡന്റാണ് പറയുന്നത്. പഞ്ചായത്ത് രാജെല്ലാം കേന്ദ്രത്തിന്റെ തന്നെ. അതെല്ലാം അതാണ് ഇവരൊക്കെ എതിരായിരുന്നു ആ പഞ്ചായത്ത് രാജ് ബില്ല് വരുമ്പോ. പഞ്ചായത്തിന് തനത് ഫണ്ടില്ല എന്ന് പഞ്ചായത്തിന് പറയാം, ബ്ലോക്ക് പഞ്ചായത്തിന് തനത് ഫണ്ടില്ല ബ്ലോക്ക് പഞ്ചായത്തിന് പറയാം. കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടാണ്. കേന്ദ്രം കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് കേരളം കൊടുക്കുന്നതിനേക്കാളും കേന്ദ്രം 70% കേന്ദ്രം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ സെർച്ച് ചെയ്തോ, ഗൂഗിൾ സെർച്ച് ചെയ്തോ, നിങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിച്ചോ? മേഡം, നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടും ഇവരുടെ കേന്ദ്രത്തിന്റെ ഒരു അവകാശവാദം അതിൽ കിടക്കുന്നുണ്ടല്ലോ. അതിന്റെ ഫണ്ടും കേന്ദ്രം നൽകുന്നു എന്നാണ് BJP നേരത്തെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ യഥാർത്ഥ വസ്തുത ജനങ്ങളോട് പ്രസിഡന്റ് തന്നെ പറയും. നമ്മൾ പറയുന്നത് ഈ ലൈഫ് ഭവന പദ്ധതിയിലും അതുപോലെ തന്നെ PMAY ഭവന പദ്ധതി എന്ന് പറയുന്നത് ഈ 3-4 ഘടകങ്ങളുണ്ട്. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, കേരള സർക്കാർ ലൈഫിന് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ശതമാനം മാത്രം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗഡു എന്ന രീതിയിലേക്ക് മാത്രമാണ് എമൗണ്ട് കൊടുക്കുന്നത്. കറക്റ്റ് എമൗണ്ട് എത്രയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. എന്നാലും നമ്മൾ പറയുന്നത് PMAY പദ്ധതിയിലായാലും കേന്ദ്രത്തിൻ്റെ പേര് പറയുന്നതല്ലാതെ എങ്ങനെയാണെങ്കിൽ 4 ലക്ഷം രൂപ എന്തുകൊണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റാത്തത്? ഒരു ഭവന പദ്ധതിക്ക് സർക്കാർ ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മുടെ കേരള സർക്കാർ ലൈഫ് ഭവന പദ്ധതി വെക്കുന്നുണ്ട്. അതിലൊരു ശതമാനം, ചെറിയൊരു എമൗണ്ട് കേന്ദ്രം എല്ലാ പദ്ധതി, അത് പെൻഷൻ ആയിക്കോട്ടെ, റേഷൻ സംവിധാനം ആയിക്കോട്ടെ, എല്ലാത്തിനും നമ്മൾ അല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ നികുതി പിരിവ് മൊത്തം കേന്ദ്രത്തിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. GST പോലുള്ള നികുതി നമുക്ക് കൊടുക്കുന്ന ഒരുപാട് തുക നമുക്ക് കൊടുക്കുന്നുണ്ടല്ലോ കേന്ദ്രത്തിലേക്ക്. നികുതി കിട്ടേണ്ട തുക തിരിച്ചു തരാതെയാണ് ഈ പറയുന്ന അവകാശവാദം ഉന്നയിക്കുന്നത്. കൃത്യമായിട്ടുള്ള കണക്ക് കേന്ദ്രത്തിന് ഓരോ ബഡ്ജറ്റിൽ ഓരോ പദ്ധതിയിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഫണ്ട് കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. ആ ഒരു ഫണ്ട് അനുവദിക്കാത്ത അഡ്വക്കേറ്റിന് എന്താണ് ഈ വിഷയത്തിൽ? കേന്ദ്ര ഫണ്ട് ഇല്ല ഞാൻ പറയുന്നതല്ല. ഈ കേന്ദ്ര ഫണ്ട് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അവിടെ കിട്ടുന്നതാണ്. റെയിൽവേ ഫണ്ട് പൂർണ്ണമായി പണ്ടേ ഈ തർക്കമുള്ളതാണ്. നേരത്തെ പറഞ്ഞ റേഷന്റെ കാര്യമുണ്ട്. ആ കൊറോണ തൊട്ട് ഇന്ന് വരെ പാവപ്പെട്ട ജനങ്ങൾക്ക് BPLകാർക്ക് സൗജന്യ റേഷൻ കൊടുക്കുന്നു കേന്ദ്ര സർക്കാർ. സൗജന്യ റേഷൻ ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റേഷന്റെ കാര്യം എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞത് ഏത് പദ്ധതി ഉണ്ടെങ്കിൽ പോലും കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും സഹായത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. അല്ലാണ്ട് മൊത്തം നമ്മളാണ് എന്ന രീതിയിലേക്ക് കേന്ദ്രത്തിന്റെ ഫണ്ടാണെന്ന രീതിയിലേക്ക് പോകാൻ വേണ്ടി പാടില്ല. ഞാൻ പറയാൻ കാരണം 70% കേന്ദ്രം തരുന്നുണ്ട്. 70% സൗജന്യമൊന്നും അല്ലാന്ന് ഞാനാ പറയുന്നത്. അല്ല, സൗജന്യത്തിന്റെ അപ്പുറത്ത് ഈ ഫണ്ട് കൃത്യമായി യഥാസമയം കൊടുത്തു തീർക്കുന്നുണ്ടോ? കോൺഗ്രസ് ഉണ്ടാക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടല്ലേ. ഇപ്പോ അങ്ങനെയാണെങ്കിൽ ഭരണപക്ഷം ഇന്നും ആരോപിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്ന ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അല്ല, അത് ഇത് ഏത് ഫണ്ടാ കൊടുക്കുന്ന പറയുന്നത്? ലഭിക്കാനുള്ളത് പഞ്ചായത്ത് കിട്ടേണ്ട പഞ്ചായത്താണ് പറയേണ്ടത്. പഞ്ചായത്ത് പറയുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് കിട്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് നമ്മുടെ ഈ ഓരോ വർഷം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ ഇത്ര % തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വർദ്ധിക്കാന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഓരോ വർഷം കൂടുമ്പോഴും കേന്ദ്ര സർക്കാരിന് വർദ്ധിക്കുന്നുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ ഇവർ പാവപ്പെട്ട തൊഴിലാളികളെ കൂട്ടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കൊണ്ട് സമരം ചെയ്തൊരു ഏർപ്പാട് നമ്മൾ കാണുന്നത്. കൃത്യമായിട്ട് കേന്ദ്രത്തിന്
കേരളം കൊടുക്കുന്ന കണക്ക് പ്രകാരം വിഹിതം കൃത്യമായിട്ട് കേന്ദ്രം ഏത് മേഖല നോക്കിയാലും വികസനത്തിന് വേണ്ടിയിട്ട് ഏത് മേഖല നോക്കിയാലും എല്ലാ മേഖലയിലും തൊഴിലുറപ്പ് പദ്ധതിയും കോൺഗ്രസിന്റെ കണ്ടുപിടുത്തം തന്നെയാണ്. മൻമോഹൻ സിംഗ് കൊണ്ടുവന്നതാണ്. മുമ്പേ ഇപ്പൊ CPM-കാരും പണ്ടേ ഇത് തന്നെയാണ് പരിപാടി. ഇതെല്ലാം ഞങ്ങളതാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ വലിയ ബോർഡ് ഉണ്ടായിരുന്നു, ബാനർ ഉണ്ടായിരുന്നു, തൊഴിലുറപ്പ് പദ്ധതി EMSന്റെ സ്വപ്നം എന്ന് പറഞ്ഞു. EMS ശേഷമാണ് ഇത് പദ്ധതി വന്നത് തന്നെ. അത് CPM-കാർ ഇപ്പോൾ സമരം ചെയ്യും. അതൊക്കെ ഏത് കേന്ദ്രം ആര് കേന്ദ്രം ഭരിച്ചാലും ചെയ്യും. ഇതിൽ ഈ പഞ്ചായത്തിന്റെ നേരത്തെ നമ്മളിപ്പം ദേശീയ രാഷ്ട്രീയമോ കേരള രാഷ്ട്രീയമോ നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഈ വിഷയം 1 മണിക്കൂറിലും നമുക്ക് തീർക്കാൻ പറ്റുന്നതല്ല. പഞ്ചായത്ത് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ഇവരോട് അല്ലെങ്കിൽ ഭരണസമിതിയോട് പറയാനുള്ള അല്ലെങ്കിൽ പ്രതിഷേധിക്കാനുള്ള ഒരു വിഷയം എന്തായിരുന്നു? അതേ പറയാം. ചെറുവത്തൂർ ഒരു ദേശീയ പദവിയുടെ ഓരത്തുള്ള പഞ്ചായത്താണെങ്കിൽ കൂടി അതിപ്പോൾ സത്യം പറഞ്ഞ ടൗൺ വൽകൃത നഗരവൽകൃത പഞ്ചായത്ത് തന്നെയാണ് കാണുമ്പോൾ ഒരുപാട് ന്യൂനതകൾ അവിടെയുണ്ട്. ഓരോ മേഖലക്കുള്ള ന്യൂനതകളുണ്ട്. ഇപ്പോൾ ചെറുവത്തൂർ പഞ്ചായത്ത് CPM ഭരിക്കുന്നത് പറയുന്നത് തന്നെ ഓരോ കാലത്തും അവർ സംസ്ഥാനം ഭരിക്കുമ്പോൾ അതിന് കണക്കായി വാർഡുകൾ മുറിച്ചെടുക്കുകയാണ്. ഈ തവണ 50 വോട്ട് തോറ്റ വാർഡ് അടുത്ത തവണയാകുമ്പോൾ 100 വോട്ട് കൂടി. 9 കൊല്ലം മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തും ഇതേ വാർഡ് വിഭജനം നടത്തിയിട്ടില്ലേ? ഇങ്ങനെ ഭരിക്കാൻ അത് ഞാൻ ചോദിക്കേണ്ടതല്ല, യഥാർത്ഥത്തിൽ പ്രസിഡന്റ് ഞാൻ പറയാം. ഞങ്ങൾ ഭരിക്കുമ്പോൾ സുധീരൻ KPC പ്രസിഡന്റ് ആയപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. അന്ന് അയാൾ പറഞ്ഞത് പാർട്ടിയുടെ തീരുമാനം നിലവിലെ വാർഡുകൾ തുടരട്ടെ എന്നാണ്, മുറിച്ചു മാറ്റിയിട്ടില്ല. ഇത്തവണ എൻ്റെ വാർഡിന് ഞാൻ ചെറുവത്തൂർ 8ാം വാർഡ് ജീവിക്കുന്ന ഒരാളാണ്. 9ാം വാർഡ് കഴിഞ്ഞ തവണ ഞങ്ങൾ CPM എന്നൊരു വാർഡ് പിടിച്ചെടുത്തിരുന്നു. ഞങ്ങൾ ജയിച്ച 54 വോട്ടിന് ഞങ്ങൾ ജയിച്ചത്. ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണ്. ഇത്തവണ CPM ആ 8ാം വാർഡ് നിന്ന് ഒരു 100ഓളം വോട്ടുകൾ 9ാം വാർഡിലേക്ക് കൂട്ടിച്ചേർത്തു. 9 നമ്മൾ പിടിക്കാൻ നോക്കിയിട്ട് പിടിക്കാൻ കിട്ടുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നമ്മളൊരു പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് CPM-ന്റെ ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് പകരം ഇതിന് പകരം അതൊക്കെ ഇങ്ങനെ വളരെ ജനങ്ങളുടെ അഭിലാഷവും ആവേശമൊക്കെ ആയിട്ട് അവതരിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ചെറുവത്തൂരിൻ്റെ ന്യൂനതകൾ പറഞ്ഞില്ലേ, ചെറുവത്തൂരിൽ ഇന്നും ഒരു കായിക വിനോദത്തെ പറ്റിയ ഒരു സ്റ്റേഡിയം ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരു സ്കൂൾ മത്സരം നടത്താനോ ഒന്നുമില്ല. അതിനൊക്കെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആശ്രയിക്കുന്നു. ചെറുവത്തൂർ എത്രയോ വർഷമായിട്ട് പറയുന്ന കാര്യമാണ് അങ്ങനെ ഒരു കായിക വിനോദത്തിന് പറ്റിയൊരു സ്റ്റേഡിയം. അത് കഴിഞ്ഞ നമ്മുടെ ചർച്ചയിലും ഈ വിഷയം ഉയർന്നു വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരു പൊതുയോഗം നടത്താനുള്ളൊരു സ്ഥലം ഇന്നും ഇല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞിട്ട് കെട്ടിയിട്ട് അതിന് മുകളിൽ കൂര വന്നു. ഇപ്പോൾ ഓപ്പൺ പോയി ഓഡിറ്റോറിയം വന്നു. പക്ഷേ ആ ഓഡിറ്റോറിയത്തിൽ പോലും ആ ഓഡിറ്റോറിയം വാടക എടുത്ത ആള് അവിടെ കസേര നടത്താനും ലൈറ്റ് സൗണ്ട് വേറെ ആളെ ആശ്രയിക്കണം. ഒരു തുറന്ന ഓഡിറ്റോറിയം അവിടെ ഒന്നുമില്ല. അവിടെ ഇല്ല. അതാണ് അതിന്റെ ഒരു അവസ്ഥ. ഓപ്പൺ ഓഡിറ്റോറിയം മാലിന്യം നേരത്തെ പറഞ്ഞു. അതെ, അവിടെ ഓപ്പണേ കിടക്കുന്നത് അതൊന്നുമില്ല അവിടെ. അവിടെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നമുക്ക് സൗണ്ട് സിസ്റ്റം സൂക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ല എന്നുള്ളത്. അല്ല ആ പഞ്ചായത്തിലെ സംവിധാനം അവിടെ ഒരുക്കാതെ അവിടെ നിന്ന് എടുക്കാമല്ലോ. അവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം സ്ഥാപിച്ചു. ആ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ പരിപാടി വെക്കുന്നതിന് പകരം മറ്റ് ചില സാധനങ്ങൾ കൊണ്ട് കൂട്ടുന്ന ഒരവസ്ഥയിലേക്കാണ്. ചില കച്ചവട സാധനങ്ങൾ കച്ചവടത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ അവിടെ കൊണ്ട് കൂട്ടുന്ന ഒരവസ്ഥയാണ് കണ്ടിട്ടില്ല. എന്താണ് ആ പ്രൊഡക്റ്റ്? എന്താണ് ഉണ്ടായിരുന്നു കുറെ വിപണന മേളൊക്കെ ഉണ്ടാവും. വ്യാപാരികൾക്ക് വാടകയ്ക്ക് സ്ഥലം അനുവദിക്കുക. നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ഭരണസമിതി അവിടെ ഒരു നമ്മുടെ നിലവിലുണ്ടായിരുന്ന പഴയ പഞ്ചായത്ത് കെട്ടിടം കുറച്ച് മാറ്റിയിട്ട് ഇന്ന് വരെ അവിടെ ഒരു കല്യാണം അവിടെ ഒരു കല്യാണം പോലും സാധിച്ചിട്ടില്ല. പകരം ഇപ്പൊ ആ സ്ഥലത്ത് ഇപ്പൊ പിന്നെ നമ്മുടെ പാർക്കിംഗ് സൗകര്യം അതുപോലെ തെരുവട കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരികയാണ്. ഇന്ന് വരെ ഒരു കല്യാണം വേണ്ടി ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ നിർമ്മിക്കും. അവിടെ കുറെ കച്ചവടക്കാരൊക്കെ അനാഥമാക്കിയിട്ട് അവിടുന്ന് ഒഴിവാക്കിയിട്ടാണ് അത് പെട്ടെന്ന് പൊളിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ ആ ശൂന്യത അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതെല്ലാം വലിയൊരു പോരായ്മയാണ്. ചെറുവത്തൂർ പഞ്ചായത്ത് വികസിച്ചു, നമ്മൾ ഒരുപാട് വികസനങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴും ഇത് വലിയൊരു പോരായ്മയായിട്ടാണ് എനിക്ക് അതിനെ കുറിച്ച്. പഴയ പഞ്ചായത്ത് ഓഫീസും കൃഷി ഓഫീസൊക്കെ ഉള്ള സ്ഥലമാണ്. അത് പൊളിച്ചു നോക്കിയിട്ട് പറഞ്ഞ മിനി സിവിൽ സ്റ്റേഷൻ വരുന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 5 മണി വരെ പാർക്കിംഗ് ഏരിയയും 5 മണിക്ക് ശേഷം ഒന്നുമില്ല. അല്ല അങ്ങനെ ആ സ്ഥലം അങ്ങനെ വേസ്റ്റ് കിടക്കുന്നു പറയുന്നത്. ആ പാർക്കിംഗ് പറയുമ്പോൾ അതുകൂടെ പറയാം. ഞാൻ പണ്ടേ പഴയ പ്രസിഡന്റിനൊക്കെ പറഞ്ഞ കാര്യമാണ്. ചെറുവത്തൂർ പഞ്ചായത്തിൽ വ്യക്തമായ പാർക്കിംഗ് സൗകര്യം ഇല്ല. ഇപ്പോൾ നോ പാർക്കിംഗ് ഇതിലാണ് ആൾ പാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വേറൊരു സൗകര്യം ഇല്ല. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള സ്ഥലത്ത് റെയിൽവേ സൈഡിൽ ഒരു ഷെഡൊക്കെ കെട്ടിയാൽ പേ പാക്ക് ആയാലും ഒരുപാട് നിർദ്ദേശം ഭരണസമിതിയിൽ ഉന്നയിച്ചിട്ടുണ്ടോ? ഉന്നയിച്ചിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയ ഇല്ല എന്ന് പറയുന്നത് ചിലപ്പോൾ
വക്കീല് കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോഴൊരു സ്ഥലം കെട്ടിയിട്ട് അതാ പറയാൻ വേണ്ടി പോകുന്നത്. അടുത്ത 5 വണ്ടി വന്നാൽ പിന്നെ ആളില്ല. ആ പ്രശ്നം പരിഹരിച്ചു. ഇല്ല, കഴിഞ്ഞ ഭരണസമിതി ഉണ്ടാകുന്ന സമയത്ത് യൂണിറ്റി ഹോസ്പിറ്റലിന്റെ തൊട്ട് മുന്നിലായിട്ട് പാർക്ക് ഏരിയ ഉണ്ട്. ഒന്നത് അത് ഇപ്പം ഇന്ന് നോക്കി പോയാൽ കാണാം അവിടെ 5-6 വണ്ടി വന്നാൽ തീർന്നു. ഒന്നത് അതിനുശേഷം ഹൈവേ ഇപ്പൊ നമ്മളെ പുതിയ ഹൈവേന്റെ തൊട്ടടുത്തായി മത്സ്യ മാർക്കറ്റിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഇതിനേക്കാളും വിപുലമായ വിപുലമൊന്നുമല്ല. അത് നിങ്ങൾ പാർക്കിംഗ് ആക്കിയിട്ട് ആൾ പാർക്ക് ചെയ്യും. പറയണ്ട പാർക്കിംഗ് അല്ല, അത് ഇവർ പാർക്കിംഗ് സൗകര്യം ആക്കിയിട്ടില്ലെങ്കിലും സ്ഥലം തുറന്ന സ്ഥലങ്ങൾ ആൾ പാർക്ക് ചെയ്യും. അത് പഞ്ചായത്തിന്റെ മികവൊന്നും കാണേണ്ട ആവശ്യമില്ല. അവിടെ സിമെന്റ് ഇട്ടിട്ടുണ്ടാവും. പഞ്ചായത്ത് സിമെന്റ് ഇട്ടിന് വേറെ നന്നായിട്ട് പാർക്കിംഗ് അവിടെ ചെയ്യുന്നുണ്ട്. അത് നോക്കി കാണാം ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ. ഒരു മിനിറ്റ്. അപ്പൊ ഈ പാർക്കിങ്ങും അതുപോലെ തന്നെ മൈതാനം ഇല്ല എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ചെറുവത്തൂർ പഞ്ചായത്തിന്റെ ഒരു വികസനം ഇല്ല എന്ന് ഒരുപക്ഷെ കോൺഗ്രസും BJPയും ആരോപിക്കുമ്പോൾ ഇതൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രസിഡന്റിന്റെ അവരുടെ വാദം എന്ന് പറയുന്നത്. ഈ വാദത്തിൽ ഇതിന്റെ ശരിയായ ഒരു പീക്കിലേക്ക് നമ്മൾ കയറി വരുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം. വിവാദം ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ മൈതാനമില്ല, പാർക്കിംഗ് ഇല്ല എന്ന് പറയുന്ന ഒരു വിവാദത്തിലാണ് നമ്മൾ അവസാനിച്ചു വെച്ചിട്ടുള്ളത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്? പ്രശ്നങ്ങളേ ഉള്ളൂ. എന്തൊക്കെയെന്ന് പറയണ്ട, പ്രശ്നങ്ങളേ ഉള്ളൂ. ചെറുവത്തൂർ പഞ്ചായത്തായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ദേശീയപാതയിലുള്ള വാഹനങ്ങൾ പോകുന്നതും കുറെ കടകളുള്ളതും മാത്രമാണ്. അവിടെ മറ്റൊന്നുമില്ല. ഒരു സർക്കാർ സ്ഥാപനങ്ങൾ ഇന്നുമില്ല. പണ്ടേ ട്രഷറി, രജിസ്റ്റർ ഓഫീസ്, പഴയ കാലത്ത് MLA അടക്കം അവിടെ പഞ്ചായത്തിന് പ്രസിഡന്റ് MLA നാടാണത്. അവിടെ ഒരു ട്രഷറി തുടങ്ങാനോ ഒരു സർക്കാർ ഓഫീസർ, സബ് രജിസ്ട്രാർ ഓഫീസൊക്കെ പോയി പറയുന്ന കാര്യമാണ്. അതും തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഭരണം ഉണ്ടായപ്പോഴും അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നെ ഒരു വയോജന മന്ദിരം എന്നിട്ട് അവിടെ വിശ്രമ കേന്ദ്രം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തുടങ്ങിയപ്പോൾ തന്നെ പൂട്ടി. അത് വെറുതെ അവിടെ കിടക്കുകയാണ്. അതൊക്കെ പേരിന് ഷോ ആണ്. ഇതെല്ലാം പേരിന് ഒരു ബോർഡ് വെക്കുക, അങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട് പറയുക. അതിൻ്റെ ഫണ്ട് ഞാൻ മറ്റൊന്നും ആരും ഇത് പറയുന്നില്ല. അതിന് കുറേ ഫണ്ട് ഉപയോഗിച്ചിട്ട് കുറേ സ്ഥാപനങ്ങൾ, കടമുറികൾ കുറേ കെട്ടിയിടുക, അവിടെ അത് ഉപയോഗിച്ച് പോവുക. അതാണ് പഞ്ചായത്തിന്റെ വികസനം എന്ന് പറയുന്നത്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പ്രസിഡന്റ് സാധിച്ചിട്ടില്ലേ ഈ പഞ്ചായത്തിലോ? അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതല്ലേ നമ്മള് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വിഷയം. ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചിട്ട് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അതിപ്പോ പൊളിച്ചു മാറ്റിയത് കഴിഞ്ഞ ഭരണസമിതി ഉണ്ടാകുന്ന സമയത്താണ്. പറഞ്ഞ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റിയത് സിവിൽ സ്റ്റേഷൻ എന്ന രീതിയിലേക്കാണ്, ഒരു ഓഫീസ് സംവിധാനം എന്ന രീതിയിലേക്കാണ് നമ്മൾ അതിൻ്റെ ഒരു ആശയം കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പം നമ്മൾ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം നമുക്കറിയാം ബഹുമാനപ്പെട്ട MLAയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് സിവിൽ സ്റ്റേഷൻ എന്ന രീതിയിലേക്കുള്ള ഒരു 5 കോടിയുടെ പ്രൊജക്റ്റ് നമുക്ക് ബജറ്റ് മുഖാന്തരം അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുവത്തൂരിലെ സിവിൽ സ്റ്റേഷൻ എന്ന രീതിയിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഓഫീസ് സംവിധാനം അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 5 കോടിയുടെ പ്രപ്പോസൽ കൊടുക്കുകയും അതിൻ്റെ ബജറ്റിൽ തുക അനുവദിക്കുകയും അതിൻ്റെ പ്രാരംഭഘട്ടം എന്ന രീതിയിലേക്ക് പരിശോധനയും കാര്യങ്ങളൊക്കെ വന്നു. നിലവിൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായി റവന്യൂ ഭൂമിയുടെ 50 സെൻറ്റ് സ്ഥലം, ആ സ്ഥലമാണ് കണ്ടത്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടപ്പിൽ അടുത്ത ഇതിൽ തന്നെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഗേറ്റും കാര്യങ്ങളും വേണ്ടുന്ന വണ്ടി പോകാനുള്ള ഒരു സൗകര്യം കൂടി നമ്മൾ അനുവദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും എന്ന രീതിയിലേക്കുള്ള ഒരു 100% ആ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് അറിയിക്കാനുള്ളത്. അല്ലല്ല, അത് കൃത്യമായിട്ട് ഒരു ബജറ്റിലേക്കൊക്കെ തുക മാറ്റിവെക്കുക എന്ന് പറയുന്നതും സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുന്നതും അതിന്റെ പ്രാരംഭ നടപടി എന്ന രീതിയിലേക്ക് സോയിൽ ടെസ്റ്റ് അടക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് ഈ പറയുന്ന ഇടതുപക്ഷം എന്തായാലും പറഞ്ഞ് വാക്ക് പാലിക്കാതെ പോകുന്ന ഒരു സർക്കാരല്ല ഇടതുപക്ഷം. എന്തായാലും നടപ്പിലാക്കും. അങ്ങനെയാണ് പല കാര്യങ്ങളും നാട്ടിൽ വന്നതും. പിന്നെ പറയുന്നത് നിലവിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് നമുക്കറിയാം സർക്കാരിലേക്ക് ലോണിന് വേണ്ടി നമ്മൾ അപേക്ഷ നൽകിയപ്പോൾ അതിന്റെ തുടക്കം എന്ന രീതിയിലേക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട ചെറിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ചെറുവത്തൂരിന്റെ പല ഭാഗങ്ങളും എന്ന് പറയുന്നത് വെറ്റ്ലാൻഡും അതുപോലെ തന്നെ പുറമ്പോക്ക് ഭൂമിയൊക്കെയാണ് നമ്മുടെ നിലവിലുള്ള പഞ്ചായത്ത് അടക്കം. അപ്പൊ അതിന്റെ തടസ്സം നീക്കിക്കൊണ്ട് കുറച്ച് കാലയളവ് നമുക്ക് നീട്ടി വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സർക്കാരിലേക്ക് ഇപ്പം അതിന്റെ നമ്മളൊരു 6 കോടിയുടെ പ്രൊജക്ട് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ സാങ്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് തറക്കല്ലിടാം എന്ന രീതിയിലേക്കാണ് ഈ ഭരണസമിതി കാലയളവ് നമ്മൾ കണ്ടത്. പക്ഷെ എന്നിരുന്നാലും ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് ഓൺ ഫണ്ടിന്റെയും മറ്റൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഗഡുക്കളായി അടക്കേണ്ട സംവിധാനം കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സാങ്കേതികമായി ചെറിയ തടസ്സങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ. അതൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി തന്നെ അതിന്റെ അനുമതി കിട്ടും, നമുക്ക് അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി കഴിയും. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു കഴിഞ്ഞോ? വികസന പ്രവർത്തനങ്ങൾ പറയുമ്പോൾ അപ്പൊ നേരത്തെ നമ്മളിവിടെ ചൂണ്ടിക്കാട്ടി ലക്ഷക്കണക്കിന് രൂപ
പിന്നെ ഒരു രൂപ ചെലവഴിച്ചിട്ട് അവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചത് നോക്കുത്തിയായി. അതേപോലെ തന്നെ 25 ലക്ഷം രൂപ ചെലവിട്ടിട്ട് ഷീ ലോഡ്ജ് അവിടെ പണിത്. ഷീ ലോഡ്ജ്. ഈ ഷീ ലോഡ്ജിന്റെ അവസ്ഥ എന്താണ്? ഇന്നിപ്പോ നായും പൂച്ചയൊക്കെ പെറ്റ് പ്രസവിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അന്വർത്ഥമാകുന്ന രീതിയിലല്ലേ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെന്നല്ലാണ്ട് അത് ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല. അത് വലിയൊരു ഷീ ലോഞ്ച് തുടങ്ങിയ സമയത്ത് നമുക്കറിയാം, ആ സമയത്ത് നമ്മൾ രാത്രി കാലങ്ങളിൽ ടൗണിലേക്ക് വരുന്ന വനിതകൾക്ക് താൽക്കാലികമായിട്ട് ഒന്ന് ഫ്രഷ് ആവാനുള്ള ഒരു സൗകര്യമായിട്ടാണ് നമ്മളത് കണ്ടത്. ആ 2018-19 കാലയളവിലാണ് നമ്മൾ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആ സമയത്ത് കോവിഡ് വന്ന സമയത്ത് നമുക്കറിയാം എല്ലാം മൊത്തത്തിലൊരു മന്ദീഭവിച്ച ഒരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അധികം ആൾക്കാർ വരാതെ അല്ലെങ്കിൽ ടൗണിലേക്കൊന്നും വരാത്ത സമയത്താണ് അടച്ചുപൂട്ടുന്ന രീതിയിലേക്ക് എത്തിയത്. അതിനുശേഷം നമ്മൾ അതൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ട് അത്യാവശ്യം വരുന്നവർക്ക്, ചിലപ്പോൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പെൺകുട്ടികളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തുറന്നു കൊടുത്തുകൊണ്ട് അവർക്കൊന്ന് ഫ്രഷ് ആവാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഒരു പുതിയ രീതിയിലേക്ക് അതിനെ മാറ്റം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. പ്രത്യേകിച്ച് വനിതാ ഘടക പദ്ധതിയാണ്, മറ്റു രീതിയിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. എന്നിരുന്നാലും ഇങ്ങനെ ഒരു ഉപയോഗം വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും തുറന്നു കൊടുക്കാൻ പറ്റും. പ്രവർത്തന സജ്ജമാണോ യഥാർത്ഥത്തിൽ ലോഡ്ജ് എന്ന് പറയുന്നത്? സ്ഥിരമായിട്ടില്ല, എന്നാലും വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് തുറന്നു കൊടുത്ത് ഫ്രഷ് ആയി കൊടുക്കാനുള്ള ഒരു സംവിധാനം നിലവിലുണ്ട്. നിലവിൽ ചെറുവത്തൂർ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ ചെറുവത്തൂരിലേക്ക് അങ്ങനെ പുറമേ നിന്നും ആളുകൾ വന്നിറങ്ങുന്ന ഒരു അവസ്ഥയുണ്ടോ യഥാർത്ഥത്തിൽ? ആ തരത്തിൽ ചെറുവത്തൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആളുകൾ വരുന്നുണ്ട്, ഒന്ന് പോകുന്നുണ്ട്, പക്ഷെ അതൊന്നും ഉപയോഗപ്രദമല്ലാന്ന് ഞാൻ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും തൊട്ടടുത്തായത് കൊണ്ട് സാധ്യതയുണ്ട്. പക്ഷെ നമുക്കറിയാം ചില സമയത്ത് ലോഡ്ജുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കുന്നുണ്ടാകും. എന്നാൽ നമ്മൾ ചില സമയത്ത് പൊതുവായിട്ട് ഒരു പൊതു ഇതിന്റെ ആവശ്യത്തിനാണ് ആൾക്കാർ വരുന്നതെങ്കിൽ, സ്ത്രീകളാണ്, കുട്ടികളാണ് വരുന്നത്, പെൺകുട്ടികളാണ് വരുന്നതെങ്കിൽ ഒരാവശ്യം വന്ന് പറഞ്ഞാൽ നമ്മളത് തുറന്നു കൊടുത്തിട്ട് അവർക്ക് ആവശ്യമായ സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സാർ, അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഘടകം കുടിവെള്ളമാണ്. നമ്മുടെ ചെറുവത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം BJP മുഖ്യ പ്രതിപക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത് അവർക്കൊന്നും പറയാലോ. കഴിഞ്ഞ 5 വർഷം മുന്നേ ഇതേപോലെ ഒരു ചാനൽ ചർച്ച ഞാൻ ഈ കുടിവെള്ളത്തിന്റെ വിഷയം കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ വൈസ് പ്രസിഡന്റുള്ള സമയത്ത് ഉന്നയിച്ച ഒരു വിഷയമാണ്, പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ പറഞ്ഞ് നമ്മുടെ ജലജീവ മിഷൻ കൊണ്ടുവരുന്നുണ്ട്, പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് മനസ്സിലാക്കി. ഈ ജലജീവ മിഷൻ 2025 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രാമങ്ങളിൽ എവിടെയായാലും എല്ലാവർക്കും കുടിവെള്ളം കിട്ടണമെന്നില്ല ഒരു വലിയൊരു പ്രൊജക്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതിക്ക് വേണ്ടുന്ന ഫണ്ട് കേന്ദ്രം അനുവദിച്ചു. എന്നിട്ടും നമ്മൾ എല്ലാ വീടുകളിലും കുറേ പൈപ്പ് ഇട്ട് കുറച്ച് പൈപ്പിന് കുറ്റി കൊണ്ടുവച്ചാലാണ് ഇതുവരെ ഈ ഇത്രയായിട്ട് ഒരു വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഇതുവരെ ആയിട്ടില്ല. അതുപോലെ തന്നെ അതുപോലെ തന്നെ അത് കേന്ദ്രം അതിന് ഫണ്ട് അനുവദിച്ചിട്ട് ചെയ്യുന്നില്ല ഒന്നല്ല. അതുപോലെ തന്നെ നമ്മുടെ ചെറുവത്തൂര് നമ്മൾ ഇന്നും പല ഹോട്ടലുകളിലും പിന്നെ ഷോപ്പുകളിലും ഉപയോഗിക്കുന്ന വെള്ളം ഇന്നും മലിനപ്പെട്ട ജലമാണ്. കോളിഫോം ബാക്ടീരിയ അടങ്ങിയ വളരെ നമുക്ക് മാരകമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ള വെള്ളമാണ് ഇന്നും പല ഹോട്ടലുകളിലും ചെറുവത്തൂരിൽ. ഈ ഒരു നല്ലൊരു കുടിവെള്ളം എത്തിക്കാൻ പോലും നമ്മുടെ ചെറുവത്തൂർ ടൗണിനകത്ത് പോലും എത്തിക്കാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ പദ്ധതി കൊണ്ട് ഇവരുടെ കേരളവും പഞ്ചായത്തും കൂടെ ഞങ്ങൾ റോഡൊക്കെ ഇല്ലാണ്ടാക്കി. എന്നാൽ താഴെ റോഡൊക്കെ കടച്ചു മുറിച്ചിട്ടാണ് ഈ കൈപ്പെട്ടത്. റോഡ് ഇപ്പൊ തെച്ചുപിടിക്കുന്ന മുട്ടി എന്ന് പറഞ്ഞ പ്രയോഗമുണ്ട്, നാടൻ പ്രയോഗം. ഇപ്പൊ അങ്ങനെ തെച്ചുപിടിക്കുന്ന മുട്ടി നമ്മളൊക്കെ എന്റെ വീട്ടിലുള്ള റോഡൊക്കെ ഞാൻ തന്നെ. നിങ്ങൾ അങ്ങനെ പറയുന്നത് അത് മുട്ടിച്ചത് ആരെന്നാ പറയുന്നത്? കേന്ദ്രമല്ല, കേന്ദ്രം നടപ്പിലാക്കുന്ന നല്ലൊരു കാര്യം എല്ലാവർക്കും അല്ല, അങ്ങനെയല്ല. പിന്നെന്ത് നിങ്ങൾക്ക് ഇന്നലെ ഇതിന് മുന്നേ 60 വർഷം നിങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈ ജലജീവൻ മിഷന്റെ കാര്യം ഞാൻ പറഞ്ഞത് അല്ല, ഇന്നുണ്ടല്ലോ പടിഞ്ഞാറൻ മേഖലകളിൽ നമ്മുടെ ചെറുവത്തൂർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറ് മേഖലയിൽ ഇന്നും കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ്. അതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ സാധിക്കും. ചെറുവത്തൂർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് താമസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓർക്കുളം കുടിവെള്ള പദ്ധതി എന്ന രീതിയിലേക്ക് 350 ഗുണഭോക്താക്കളുടെ ഒരു പദ്ധതി, സ്വജൽജാല പദ്ധതി, രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി എന്ന പേരിലാണ് വന്നത്. രാജീവ് ഗാന്ധി പദ്ധതിയാണ് പദ്ധതി തുടങ്ങിയത്. അത് രാജീവ് ഗാന്ധിക്ക് പല ദിക്കിലും ചെറുങ്ങനെ RG എഴുതിയിട്ടുള്ളത്. വേറൊരു പേര് മൈനാരിറ്റി കുടിവെള്ള പദ്ധതി, പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട
അല്ല, നമ്മുടെ ഒരു കുടിവെള്ള പദ്ധതി ഓർക്കണം കുടിവെള്ള പദ്ധതി അതിപ്പോ ആ സമയത്ത് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ആ പദ്ധതി നടപ്പിലാക്കിയത്. അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കേണ്ടതല്ലേ. നമ്മുടെ ഒരു കുടിവെള്ള പദ്ധതിയുടെ പേരാണ്. ഈ വേനൽക്കാലം രൂക്ഷമാകുമ്പോൾ ഈ അവസാന ഘട്ടത്തിൽ നമ്മുടെ വേനൽ അധികമായിട്ടുള്ള ചൂട് കാട്ടുകമ്മിറ്റി വരുന്ന സമയത്ത് ഇന്നും പല പ്രദേശങ്ങളിൽ വണ്ടിയിൽ കൂടെ വെള്ളം പല സംഘടനകളും കൊണ്ട് ഞാൻ പറയട്ടെ സംഘടനകൾ വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്നും ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം പോലും നമ്മുടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ മൈച്ച വാർഡിൽ 1-2 വാർഡുകളിൽ വെള്ളം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ ഇത്രയും വർഷമായിട്ടും നമുക്ക് കുടിവെള്ളത്തിന് ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ പ്രത്യാരോപണങ്ങളൊക്കെ നയിക്കുകയാണ്. ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് ആണ് ഭരണം കിട്ടിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ്? നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ചർച്ച തീരൂല. അത്രയും ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലുപരി നിലവിൽ ഭരിക്കുന്ന ഭരണസമിതിക്കെതിരെ രാഷ്ട്രീയപരമായിട്ടുള്ള എന്ത് ആരോപണമാണ് കോൺഗ്രസിനുള്ളത്? അല്ലെങ്കിൽ വോട്ട് കൊടുക്കരുതെന്ന് പറയാൻ മാത്രം എന്തൊക്കെ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഇവര് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെ ഷോ മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, തന്നെ പറഞ്ഞത് എല്ലാം തുടങ്ങി വെച്ച് ഷോ ആയിട്ട് തുടങ്ങി വെച്ചിട്ട് എന്നെ പോയി എടുത്തു വെച്ചിട്ട് ഉപേക്ഷിക്കുകയാണ്. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിലായാലും ഇനി തെരുവ് നായയുടെ പ്രശ്നമായാലും പോലും അതിനൊക്കെ ഓരോന്നിനും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് ഇനി വീണ്ടും LDF തുടർ ഭരണത്തിലേക്ക് വരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഭരണം ഇനി ഏൽപ്പിക്കാൻ പാടില്ല എന്ന് ജനങ്ങളോട് നിങ്ങൾ പറയും? അവർ സമ്പൂർണ്ണ പരാജയമായതുകൊണ്ട് തന്നെ. ഏതൊക്കെ കാരണങ്ങൾ പരാജയം എന്ന് നിങ്ങൾ പറയുന്നു? ഞാൻ നമ്മള് ഭരണസമിതിയിൽ ഇതുവരെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടില്ല. അല്ല, നേരത്തെ ശക്തമായ പ്രതിപക്ഷം കോൺഗ്രസ് ഉണ്ടായിട്ടും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിനകത്തും പുറത്തും ഒരു പ്രതിഷേധം കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടാണ്. അവിടെ പ്രതിപക്ഷം ഉണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്തു? അങ്ങനെ ഒരു ഭരണസമിതി എഴുതി കുറിപ്പ് കൊടുക്കും. സ്വാഭാവികമായും നമ്മള് ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ വികസനത്തിന്റെ കാര്യത്തിൽ ഭരണപക്ഷം പ്രതിപക്ഷം ഇല്ലാന്ന് പറയാൻ കാരണം നമ്മളൊരു ആശയം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് UDF ആണോ പറയുന്നത് LDF ആണോ പറയുന്നത് നോക്കിയിട്ടില്ല നമ്മൾ ചെയ്യുന്നത്. വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ ജനങ്ങൾക്ക് ഈ 5 വാർഡുകളിലേക്ക് അത് നമുക്ക് വേണ്ടുന്ന അവകാശപ്പെട്ട ഫണ്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. രാഷ്ട്രീയപക്ഷവേദം ഇവരാണ് ഇപ്പൊ വാർഡിൽ ഉള്ളത്. യഥാർത്ഥത്തിൽ ഇവരാണ് ഏറ്റവും കൂടുതൽ ആരോപിക്കേണ്ടുന്ന ആൾക്കാരെന്നത്. അപ്പൊ അങ്ങനെ ഏതൊക്കെ പദ്ധതികളിലാണ് ഈ രാഷ്ട്രീയ വിദ്വേഷം കാണിച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞത് ഇപ്പൊ പഞ്ചായത്തിന്റെ പാർട്ടി CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ അവരുടെ വാർഡുകളിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോവുക. UDFന്റെ 5 വാർഡാണ് UDFന്റേത്. ആ 5 വാർഡിലേക്ക് ഏത് ഫണ്ടാണ് കൊടുക്കാത്തത്, ഏത് റോഡാണ് നടപ്പാക്കാത്തതെന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. റോഡിന് പറയാനോ UDFന്റെ മെമ്പർമാർക്ക് ഫണ്ട് കൊടുത്തില്ല എന്ന് പറയണമെങ്കിൽ തെളിവാണോ? വീട് കൊടുക്കുന്ന ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കൊടുക്കുമ്പോൾ രാഷ്ട്രീയം നോക്കി കൊടുക്കുന്നു. അത് ശക്തമായിട്ടുള്ള ആരോപണമാണ്. അവരുടെ CPMന്റെ സ്വന്തം സാഹചര്യം അല്ലെങ്കിൽ അവരെ കൊടിപിടിച്ച് ജാഥയിലും പാർട്ടി പരിപാടികളിലും പങ്കെടുക്കുന്ന ആൾക്കാർ തിരിഞ്ഞു നോക്കിയിട്ട് അവർക്ക് മാത്രം മുൻഗണന നോക്കിയിട്ട് അവർക്ക് മാത്രം കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് സർക്കാരിന്റെ ലൈഫിന്റെ സൈറ്റിലുള്ള വരുന്ന മാനദണ്ഡമാണ്. അത് ഈ പറയുന്ന ലൈഫിന്റെ സൈറ്റിലല്ല ഈ പറഞ്ഞ പാർട്ടിക്കാരെ നോക്കി കൊടുക്കുന്നത്. ഇപ്പൊ ഇത്രയും വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 210 വീട് ചെറുപ്പത്തിൽ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര BJPക്കാർക്ക്, എത്ര ലീഗുകാർക്ക്, എത്ര കോൺഗ്രസ്സുകാർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി പറയാം. രാഷ്ട്രീയം നോക്കിയിട്ട് നമ്മൾ കണക്കെടുത്തില്ല. നിങ്ങൾ കണക്കെടുക്കുക, രാഷ്ട്രീയം നോക്കി കണക്കെടുക്കുക. എന്തുകൊണ്ട് BJPയോ അല്ലെങ്കിൽ കോൺഗ്രസോ എന്തുകൊണ്ട് ഈ പഞ്ചായത്തിൽ ഏറ്റവും ഒരു ശക്തമായ പ്രതിഷേധം നടത്തിയിട്ടില്ല? അങ്ങനെയൊരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. ഒരു പ്രതീക്ഷിക്കാതെ പോലും നമ്മൾ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അറിയാലോ ചെറുവത്തൂരിന്റെ വികസനം എന്ന് പറയുമ്പോൾ അതിന് പറയാം. നമ്മൾക്കിപ്പോൾ ഞാനൊരു മണൽവാര തൊഴിലാണ്.
നമ്മൾ ഏകദേശം ഏകദേശം 1 കോടി രൂപയോളം ചെറുകുത്തൂരിലേക്ക് നമ്മൾ ഈ മണൽവാര മേഖലയായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിന് കിട്ടുന്നുണ്ട്. 1 കോടിയോളം രൂപ ഒരു വർഷത്തിൽ ഏകദേശം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് പറയാനുള്ളത് വെച്ചാൽ അത് തൊഴിലാളികൾക്ക് ഒരാവശ്യത്തിന്, അല്ലെങ്കിൽ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ട് ഒരു തൊഴിലാളി 2 തൊഴിലാളി നമ്മളെ കടവന്ന് ഈ തൊഴിലെടുത്തുകൊണ്ട് നിൽക്കുന്ന തൊഴിലാളി മരിച്ചു. ഒരു തൊഴിലാളി പൂഴെടുത്തുന്ന തോണി ഒരു ബോട്ട് ഇടിച്ച് ഒരു അപകടത്തിലാണ് അത് ഭയാനകമായിട്ട് അയാൾ കൊല്ലപ്പെടുന്നു. ഭയങ്കര ഒരു സങ്കടപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് വരെ അദ്ദേഹത്തിന് വീട്ടിലേക്ക് ചെല്ലി കാശ് കൊടുക്കാൻ ഈ പഞ്ചായത്തിന് സാധിച്ചു. അതേപോലെ തന്നെ ഈ പൂഴിപ്പണിക്കുന്ന തൊഴിലാളി കടവിൽ മണ്ണിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് അറ്റാക്കായിട്ട് മരിച്ചു. ഒരു 5 പൈസ സഹായം പഞ്ചായത്ത് കൊടുത്തു. 1 കോടി രൂപയോളം, 1 കോടിക്കണക്കിന് രൂപ ഇപ്പോൾ 1 കോടി രൂപയോളം ഒരു വർഷം പഞ്ചായത്തിലേക്ക് വരുമാനമുണ്ട് നമ്മുടെ ഈ പൂഴി മേഖലയിൽ നിന്ന് മാത്രം. പൂഴിത്തൊഴിലാളി മേഖലയുടെ കാര്യം ഏതായാലും ചന്ദ്രട്ടം ചോദിച്ച സമയത്ത് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. പറയുമ്പോൾ അത് പൊതുജനങ്ങളും കൂടി അറിയും എന്ന രീതിയിൽ ആയതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ പറയാണ്. നമ്മൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, പഞ്ചായത്തിന്റെ 3 കടവാണ്, പോർട്ടിന്റെ കീഴിലുള്ള 3 കടവാണ് ചെറുതുർ പഞ്ചായത്തിൽ ഉള്ളത്. 250-250 വരുന്ന തൊഴിലാളികളുണ്ട്. ഈ പറയുന്ന ഏകദേശം 65-70 ലക്ഷം രൂപ നമുക്ക് ഒരു വർഷം ഈ പറയുന്ന പോലെ മണലിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്ടിന് സർക്കാരിന്റെ ഭാഗത്ത് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് ഈ പറയുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കണമെങ്കിൽ നമ്മൾക്കൊരു ഉത്തരവില്ലാണ്ട് നേരിട്ട് പഞ്ചായത്തിന് തുക കൊടുക്കാൻ പറ്റില്ല. ഈ അപകടം വന്ന സമയത്ത് തന്നെ ഇതിന്റെ ഭാരവാഹികളും നമ്മളൊക്കെ ചേർന്നുകൊണ്ട് ഭരണസമിതി തീരുമാനം എടുത്തുകൊണ്ട് 2 ലക്ഷം രൂപ മരണ ധനസഹായം എന്ന രീതിയിലേക്ക് കുടുംബത്തിന് കൊടുക്കാനുള്ള തീരുമാനം പഞ്ചായത്ത് എടുക്കുകയും അത് തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് നമ്മൾ നേരിട്ട് അതിന്റെ മെയിൽ അയക്കുകയും നേരിട്ട് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു അനുവാദം എന്ന രീതിയിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഒരു ഉത്തരവ് ഈ ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടം നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ തീരുമാനമാകും. കാരണം പഞ്ചായത്തിന്റെ ഫണ്ടാണ്, മണൽ തൊഴിലാളിയുടെ ഫണ്ടാണ്, നമ്മുടെ തൊഴിലാളിയുടെ ഫണ്ടാണ്. എന്നാലും അവർക്ക് അവകാശപ്പെട്ട ഫണ്ടാണ്. പക്ഷെ നമ്മൾക്ക് ഒരു സർക്കാർ ഉത്തരവ് ആവശ്യമായി വരുമ്പോൾ ഒരു അനുമതി നമുക്ക് വേണം. അപ്പൊ എന്തായാലും അതിന്റെ ഒരു തീരുമാനം, ഒരു നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു തീരുമാനം പത്രവാർത്തകൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതിന് കൃത്യമായ കണക്കടക്കം വന്നിട്ടുണ്ട്. ഇത്ര തുക കിട്ടുന്നുണ്ടെന്നും ഇതിന്റെ അനുവാദം പഞ്ചായത്ത് തീരുമാനം എടുത്തിട്ടുണ്ടെന്നും സർക്കാരിൽ കൊടുത്തതുമായിട്ടില്ല. അന്ന് തന്നെ നമ്മൾ പത്രത്തിലൂടെയും അതുപോലെ തന്നെ ആൾക്കാർ ഇതിന്റെ കമ്മിറ്റി ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചർച്ചയിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ചില നീക്കങ്ങളും സംസാരങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, രാഷ്ട്രീയപരമായി CPIM-ന് വോട്ട് കൊടുക്കുക അല്ലെങ്കിൽ LDF-ന് വോട്ട് കൊടുക്കരുതെന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത വികസന പദ്ധതി ഏതായിരുന്നു? നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വിശദമായ പ്രകടനപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് ചോദ്യം. ഒറ്റൊന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ഇപ്പൊ നോക്കിയിട്ട് പറയാം. അതിന് സമയമില്ല. ഇവര് നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നേരത്തെ ഞാൻ പഞ്ചായത്തിന് പല പരാജയം പറ്റി പറഞ്ഞല്ലോ. ആ കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കാൻ 100% വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ കളക്ട് ചെയ്തിട്ട് സംസ്കരിക്കാനുള്ള സംവിധാനം, തെരുവുനാശല്യം ഒഴിവാക്കാനുള്ള പഞ്ചായത്ത് പരാജയപ്പെട്ട മേഖലകളിലൊക്കെ പദ്ധതി നടപ്പാക്കിയിട്ട് ജനസൗഹൃദമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പിന്നെ വക്കീൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തെരുവു നായ്ക്കളെ ശല്യം ഒരു വിഷയം പറയുന്നുണ്ട്. നമുക്കറിയാം അതൊരു നിയമത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നതാണ്. തെരുവു നായ്ക്കളെ പെട്ടെന്ന് സ്റ്റേഡിയത്തിന്റെ നമ്മുടെ യുവാക്കളെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ചെറുതുർ പഞ്ചായത്തിൽ സ്റ്റേഡിയം ഇല്ല എന്നുള്ളത്. നമുക്ക് ക്ലബിനോട് ചേർന്നുകൊണ്ടുള്ള ഒരുപാട് കളിസ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഒരു 2-3 വർഷമായിട്ട് നമ്മൾ ആൾക്കാരൊക്കെ കണ്ടുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ചെറുതുർ ടൗണിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രദേശമുണ്ട്. ഒരു 6-7 ഏക്കറോളം സ്ഥലങ്ങൾ നമ്മൾ കണ്ടുവച്ചു. ആൾക്കാരോട് നമ്മൾ സമ്മതം വാങ്ങിച്ചു. ആൾക്കാർ തരാനും തയ്യാറാണ്. അതിന്റെ എമൗണ്ട് എന്ന രീതിയിലേക്ക് സർക്കാർ പഞ്ചായത്ത് കൊടുക്കാൻ പറ്റുന്ന നിയമ തടസ്സങ്ങളുണ്ട്. അത് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഇതിന്റെ ഭാരവാഹിത്വം എന്ന രീതിയിലേക്ക് നമ്മൾ നേരിട്ട് വന്ന് കണ്ടു. അവരിത് ഏറ്റെടുത്തുകൊണ്ട് നല്ലൊരു മൾട്ടി പർപ്പസ് സ്റ്റേഡിയം എന്ന രീതിയിലുള്ള ഒരു പ്രൊപ്പോസൽ നമ്മൾ സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. കായിക വകുപ്പ് മന്ത്രിയും ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ തുടർ നടപടി എന്ന രീതിയിലേക്ക് നമ്മൾ സർക്കാരിലേക്ക് കൊടുത്തു. ഇതിനു മുന്നേ 2 പ്രാവശ്യം ടേം ഭരിച്ചിട്ട് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ല. സ്ഥലം വിട്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും നമുക്ക് സ്ഥലം വിട്ട് തരണം എന്നില്ലല്ലോ. നമുക്ക് സർക്കാർ ഇത്ര തുക കൊടുക്കാൻ പറ്റുന്ന പറയുമ്പോൾ അതിന് അധികം തുക കാണണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സംവിധാനം വേണം.
അതിന്റെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിജെപി ഇത്തവണ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബിജെപി വിജയിച്ചതെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒട്ടനവധി പദ്ധതികളുണ്ട്. ആ താഴെത്തട്ടിലേക്ക് പഞ്ചായത്തായാലും വാർഡ് തലത്തിലും അത് എത്തിക്കുന്നതിനായിട്ട് BJP-നെ ജയിപ്പിക്കുകയാണ് കൃത്യമായിട്ട് ഒരു അഴിമതിയും ഇല്ലാതെ കൃത്യമായിട്ട്. നിലവിൽ ഇതുവരെ ഒരു സീറ്റ് പോലും നമുക്ക് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾക്ക് ഒരു വാർഡ് തരികയാണെങ്കിൽ ആ വാർഡിനെ ഏതൊക്കെ പദ്ധതികൾ കൊണ്ട് നിങ്ങൾ പുനരാവിഷ്കരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന വികസനം മുരടിപ്പിനെ എങ്ങനെ മറികടക്കും? തീർച്ചയായിട്ടും ജനോപകാരപ്രദമായിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. ഒട്ടനവധി എന്ന് ഒറ്റ വാക്കിൽ നിങ്ങൾ ഒതുക്കുകയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ തെരുവിളക്കിന്റെ കാര്യം തന്നെ പറയാം. ഈ തെരുവിളക്ക് നമ്മൾ ഈ ഇലക്ഷന്റെ സമയത്ത് മാത്രമില്ല, കുറെ കാലം കഴിഞ്ഞ് ഈ തെരുവിളക്കിൽ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ ഞാൻ ആ ചെറുവത്തൂർ മേൽപ്പാലത്തിന്റെ മുകളിൽ തെരുവിളക്ക് ഇല്ലാത്ത ഒരുപാട് ഇതിലെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം രാത്രി അവിടെ തെരുവിളക്കില്ല. പല പ്രാവശ്യം ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ വരാനാകുമ്പോൾ ചിലപ്പോൾ ഇപ്പം കത്തുന്നുണ്ടോ എന്ന് സംശയം. നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെയാണ്. ഈ ഉത്സവത്തിന് ഈ ഇലക്ഷൻ വരുന്ന സമയത്താണ് ഇപ്പോൾ തെരുവുകൾക്ക് വേണ്ടി പറയുന്നത്. ഒരു കാര്യം കൂടെ സാർ, നേരത്തെ പറഞ്ഞ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു പ്രസവത്തിന് അംഗൻവാടി വഴി 5000 രൂപ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ പിന്നെ 5000 രൂപ കൊടുക്കുന്നുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതി 100 ദിനം പൂർത്തിയാക്കിയത് 1000 രൂപ കൊടുക്കുന്നുണ്ട്. അത് കേന്ദ്രത്തിൽ. ഇതെല്ലാം നമ്മളാണ് കൊടുക്കുന്നില്ല. ഇത് താഴെത്തട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് CPM നടക്കുന്നത് വോട്ട് തെരഞ്ഞെടുപ്പ്. തീർച്ചയായും ഇനി കൂടുതൽ പറയാൻ നമുക്ക് സമയമില്ല. 10 വർഷക്കാലം തുടർച്ചയായി ഒരു ഭരിച്ചിട്ടുണ്ട്. ഈ 10 വർഷം കഴിഞ്ഞിട്ട് 11ാമത്തെ വർഷത്തിലാണ് ഞങ്ങൾ അതിയും ഇതിയും എന്നൊക്കെ വീണ്ടും പ്രസിഡന്റ് പറയുന്നത്. ഇതൊക്കെ നേരത്തെ ഒരു മറുപടിക്കാരുടെ സ്വപ്നമോ ജനങ്ങളുടെ കണ്ടിൽ കുടിയിടാനുള്ള പദ്ധതിയാണ്. ഞങ്ങൾ 10 വർഷം കഴിഞ്ഞിട്ട് 11ാമത്തെ വർഷത്തിലാണ് പറയുന്നത് ഇനി ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യും. അത് ഒന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് വളരെ ബോധ്യമാണ്. അവിടെ ചെറു പഞ്ചായത്തിൽ വലിയൊരു മാറ്റത്തിനുള്ള ഗാന്ധി ഒരുക്കുകയാണ്. തുടർഭരണം എന്ന് പറയുന്നത് ഈ പറയുന്നത് മാത്രമല്ല, നമ്മുടെ ചെറുപ്പത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ ന്യൂനതകൾ മാത്രമാണ് 2 കക്ഷികൾ ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞത്. അപ്പൊ അതും കൂടി പരിഹരിക്കേണ്ടത് നമുക്ക് പെട്ടെന്ന് ഇന്ന് സംഭവിക്കുന്നല്ല, നമ്മൾ തീർച്ചയായും ചെയ്താൽ മാത്രമേ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി പറ്റും. വലിയ പദ്ധതികളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വാർഡ് മെമ്പർ ഒരു വാർഡിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ മാത്രമല്ല ഇത്. ഇതൊരു വലിയ ഒരു മൊത്തത്തിൽ നമുക്ക് ഏറ്റെടുത്ത് നടത്തേണ്ട ഒരുപാട് പദ്ധതികളാണ്. അതൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യും. ഒരു മാറ്റത്തിന് വേണ്ടി മാറാത്തത് മാറണം. അതാണ് BJP. മാറ്റത്തിന് വേണ്ടി ഒരു എന്നാണ് BJP-യുടെ മുദ്രാവാക്യം. അതുപോലെ കോൺഗ്രസ് എന്നാണ് പറയുന്നത് UDF പഞ്ചായത്ത് മൊത്തം മാറ്റാൻ വേണ്ടി നിലവിൽ ആ ഭരണത്തെ തിരിച്ചുപിടിക്കാൻ ആത്മവിശ്വാസം ഇന്ന് കോൺഗ്രസ് ഉണ്ടോ എന്നതാണ്, പഞ്ചായത്ത് കോൺഗ്രസ് ഉണ്ടോ എന്നതാണ് ചോദ്യം. ജനങ്ങൾക്ക് വളരെ ബോധ്യമാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ചെറുപഞ്ചായത്ത് ജനങ്ങൾക്ക് ബോധ്യമാണ്. 10 വർഷം പ്രതിപക്ഷത്തുണ്ടായിട്ടും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിനെതിരായിട്ട് ഒരു അനക്കം പോലും സമര പരിപാടി പോലും സംഘടിപ്പിക്കാൻ പറ്റാത്ത പ്രതിപക്ഷമാണ്. നിങ്ങൾ പറയുന്ന പ്രസിഡന്റ് പറയട്ടെ ശക്തമായിട്ടുള്ള പ്രതിപക്ഷം BJP. ഞാൻ നിങ്ങൾക്കെതിരായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇവർക്കെതിരായിട്ട് നിങ്ങൾക്കെതിരായിട്ട് മാത്രമല്ല, ഇവർക്കെതിരെ. അത് നിങ്ങളെങ്ങനെ ഇന്ത്യ മുന്നണി നിങ്ങളല്ലേ? ഇന്ത്യ മുന്നണി നിങ്ങളാണ്. ഇവിടെ നിങ്ങളെ വികസന കാഴ്ചപ്പാടുകളുമാണ്. ഒരുപക്ഷെ ഈ ഒരു സമയം 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളോ പ്രവർത്തനങ്ങൾ ഇല്ലാത്തതിന്റെ പോരായ്മകളോ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ സമയമല്ല. ഒരുപക്ഷെ ആ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ ചെറുവത്തൂർ പഞ്ചായത്തിലെ മൈതാനമില്ല, പാർക്കിംഗ് ഇല്ല, തുടങ്ങിയിട്ടുള്ള വയോജന മന്ദിരം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ, ഒപ്പം കരയിടിച്ച രൂക്ഷമായ ഒരു കരയോട തീരദേശ സമയം കഴിഞ്ഞു. അതിന് നേരത്തെ ആ സമയത്താണ് ഉന്നയിക്കേണ്ടത്. പക്ഷെ ആ സമയം നമുക്ക് പൂർത്തീകരിക്കണം. കരയിടിച്ച പതിക്കാല് പോലെയുള്ള വിഷയങ്ങളിൽ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ CPM-മായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തുമായി ബന്ധപ്പെട്ട ബീവറേജുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചെറുതൂരിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊന്നും രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അതിൽ എന്താണ് അതിന്റെ ശരി തെറ്റെന്ന് ബോധ്യപ്പെടുത്താനുള്ള സമയമാണ് നമുക്ക് കഴിഞ്ഞു പോയത്. യഥാർത്ഥത്തിൽ ഇത്രയും വിഷയങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ചെറുവത്തൂർ പഞ്ചായത്ത് ഇനി വീണ്ടും LDF തുടങ്ങി വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ LDF-ന് തന്നെ വോട്ട് തരണം എന്നുള്ള അഭ്യർത്ഥനയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ നിലവിൽ പ്രസിഡന്റായി സ്ഥാനമൊഴിയുന്ന CPM പ്രതിനിധീകരിച്ച് സംസാരിച്ചിരിക്കുന്ന പ്രമീള മേഡം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത് മികച്ച സിനിമാ നടൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷം എന്ന നിലയിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്ന നിലയിൽ ഇല്ലെങ്കിൽ പോലും നിലവിൽ ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങളിലെ തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പോരാട്ടം നടത്തുന്ന
നേടുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ ഒരു ചൂടായ പ്രതിഷേധം പഞ്ചായത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ചർച്ചയിൽ നിന്നും നമുക്ക് മനസ്സിലായത്. അത് BJP പ്രതിനിധി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലും പഞ്ചായത്തിലും നടത്താത്ത വികസന പ്രവർത്തനങ്ങൾ വരുന്ന 5 വർഷം കോൺഗ്രസിന് അവസരം നൽകുകയാണെങ്കിൽ അത് ഒരു പൂന്തോട്ടമാക്കി മാറ്റി കാണിച്ചു നൽകും എന്നുള്ളത് തന്നെയാണ് അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത് കോൺഗ്രസ് പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞത്. ഇനി മാറ്റത്തിനായി ഒരു വോട്ട് എന്നുള്ളതാണ് BJPയുടെ ആവശ്യം. ഒരുപക്ഷെ കേന്ദ്രത്തിലെ പല ഫണ്ടുകളും നമ്മൾ ഇവിടേക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും എല്ലാ ഫണ്ടുകളും ഏതൊക്കെ ഫണ്ടുകൾ എന്നുള്ള വ്യക്തത ഇല്ലെങ്കിൽ പോലും ആ ഫണ്ടുകളൊക്കെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ കൊടുക്കുന്ന ഫണ്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ചെയ്തില്ല എന്നുള്ള അളവ് പോലും വെച്ച് നമ്മൾ അളന്നു കുറിച്ച് പറയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ വസ്തുതകൾ നിരത്തേണ്ടത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നടപ്പിലാക്കാത്ത പ്രവർത്തനങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾ വിദഗ്ധമായി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ മുന്നോട്ട് ആ ആശയമാണ് മുന്നോട്ട് വെക്കേണ്ടത്. ഈ 3 പാർട്ടിയും അവർ പറയുന്ന അവരുടെ ആശയവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപക്ഷെ ഇവർ ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സൗഹാർദ്ദപരമായിട്ടാണ് മുന്നോട്ട് പോയത്. കാരണം ഇവർ ഈ രാഷ്ട്രീയത്തിന് പുറത്ത് അല്ലെങ്കിൽ ഈ ഓഫ് സ്ക്രീനിന് പുറത്ത് ഏറ്റവും നല്ല സൗഹൃദമായിട്ടുള്ള ഇടപെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഒരു ആശയത്തിന് മുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ അടികൂടുന്ന തരത്തിലേക്ക് ഇവരുടെ ആശയം പ്രചരിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവർ 3 പേരും നല്ല സൗഹാർദ്ദപരമായിട്ട് ഈ ചർച്ചയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി സഹായിച്ചു. വികസന പ്രവർത്തനങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പ്രസിഡന്റും ഒപ്പം പ്രതിപക്ഷത്തു നിന്നുകൊണ്ട് കോൺഗ്രസും ഒപ്പം ഇതിൽ 2 പേർക്കുമല്ല നമ്മളാണ് ഏറ്റവും ശരി എന്ന് പറഞ്ഞുകൊണ്ട് BJPയും ശക്തമായ മുന്നേറ്റം പഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഈ 1 മണിക്കൂർ ചർച്ചയിൽ നമുക്ക് മനസ്സിലായത്. ഇനിയും വരുന്ന 5 വർഷത്തിനപ്പുറത്തേക്ക് ഈ ചെറുവത്തൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന വികസന പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള അവസരം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ അതാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ജനാധിപത്യത്തിന്റെ പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ ഏറ്റവും മനോഹരമായി അവരവന്റെ വികസന പ്രവർത്തനങ്ങളെ കാഴ്ചപ്പാടോടുകൂടി കണ്ടുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഉന്നയിക്കുന്ന അവരുടെ പ്രകടന പത്രിക അതിലേക്ക് നിങ്ങളുടെ സമ്മതിദാനം വിനിയോഗിച്ചുകൊണ്ട് ഏറ്റവും മഹത്തായ ഒരു നേട്ടം പഞ്ചായത്ത് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന നിലവിൽ പ്രസിഡന്റായ ശ്രീ പ്രമീള മേഡത്തും ഒപ്പം അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത് അതുപോലെ തന്നെ ശ്രീ AK ചന്ദ്രൻ 3 പേർക്കും സീനറ്റിന്റെ ആർദ്രവുമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ചർച്ച പൂർത്തിയാകുന്നു. നന്ദി.